എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ചായക്കൊപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഈത്തപ്പഴ കുംസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഈത്തപ്പഴമൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു കുംസ് റെഡിയാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഈത്തപ്പഴം ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 5 വലിയ ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എടുത്തത് വലിയ ഈത്തപ്പഴമാണ്. ചെറിയ ഈത്തപ്പഴമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 8 10 എണ്ണം വരെ എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. ഒന്ന് തിളക്കുന്നത് വരെ മാത്രം അടച്ച് വെക്കുക. അതിനുശേഷം മൂടി തുറന്നിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ ഇതാ ചെറിയ തീയിൽ ഒരു 5-6 മിനിറ്റോളം വെക്കുമ്പോഴത്തേക്ക് തന്നെ ഇതൊന്ന് തിളച്ച് വരും. അപ്പോൾ ഇതാ ഈത്തപ്പഴമൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കുന്നില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സാക്കി ഈ ഒരു ഈത്തപ്പഴം ഒന്ന് നന്നായിട്ട് വെന്ത് സോഫ്റ്റായി ഇതിൽ പാലും വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ പാലും വെള്ളമൊക്കെ ഒന്ന് കുറുകി ഈത്തപ്പഴമൊക്കെ ഇതാ അത്യാവശ്യം നല്ലതുപോലെ തന്നെ സോഫ്റ്റായി വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂട് പോയതിന് ശേഷമാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ വേവിച്ചെടുത്ത ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് ചൂടെല്ലാം പോയിട്ടുണ്ട്. ചൂട് പോകുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനി ഞാനിതൊരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചെടുക്കാതെയും ഇതുപോലെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടാണ് ഉള്ളതെങ്കിൽ അടിച്ചെടുക്കാതെയും ചേർത്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. കുംസിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് 4 റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിൽ ആക്കിയെടുക്കാം. നമ്മളിതിൽ ഈത്തപ്പഴം ചേർക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചസാരൻ്റെ അളവ് കുറച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. സാധാ കുംസാണ് റെഡിയാക്കുന്നതെങ്കിൽ 4 മുട്ടക്ക് 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈത്തപ്പഴം ചേർക്കുന്നത് കൊണ്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ആദ്യം സ്പീഡ് കുറച്ചിട്ട് ബീറ്റ് ചെയ്യുക, പിന്നെ സ്പീഡ് കൂട്ടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഈ ഒരു രീതിയിലാണ് ആക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത ആ ഒരു ഈത്തപ്പഴം ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. 1 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ മിക്സ് ഈ മുട്ടൻ്റെ മിക്സിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ബീറ്റാക്കി കൊടുത്താൽ മാത്രം മതി. സ്പീഡ് കൂട്ടണ്ട, ഏറ്റവും കുറഞ്ഞ സ്പീഡിലിട്ടിട്ട് ബീറ്റാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 4 മുട്ടക്ക് 8 ടേബിൾ സ്പൂൺ എന്ന അളവിനാണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 8 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം ബീറ്റർ വെച്ചിട്ട് ചെറുതായിട്ട് ഓണാക്കാണ്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ചെറുതായിട്ടൊന്ന് ബീറ്റാക്കി കൊടുക്കുക. ഒരുപാട് ടൈം ബീറ്റാക്കി ഈ ഒരു പത അങ്ങ് താണു പോവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾ ബീറ്ററിന് സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യണ്ട. ഒരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ടോ ചെയ്താൽ മതി. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തതിന് ശേഷം ബാക്കി വിസ്ക് വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ കൈ വെച്ചിട്ട് സാവധാനം ഇങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും പതതാണ് പോവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുംസ് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിന്. അതിൽ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടിയിലും സൈഡിലും ഒക്കെ ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ ബാറ്റർ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ നമുക്കിതൊരു 20 മിനിറ്റോളം അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് കുംസ് റെഡിയായി കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് എല്ലാം ആകുമ്പോൾ തുറന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഒരു 10 മിനിറ്റോളം അടച്ചു വെക്കുക ആദ്യം. അതിനുശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. പിന്നെ അടച്ചു വെക്കുന്ന സമയത്ത് ഇതാ മൂടിക്ക് ഇങ്ങനെ ഒരു ചെറിയ ഹോൾസ് ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് തുറന്നിട്ടുണ്ട്. ഒരുപാട് ടൈം ആയി പോകണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന അണ്ടിപ്പരിപ്പൊന്നും ഒട്ടി നിൽക്കില്ല. അതുകൊണ്ട് ഒരു 8 മിനിറ്റ് ആകുമ്പോൾ തന്നെ തുറന്നിട്ട് ഇതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം വെച്ച് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് വൈറ്റ് എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. മുന്തിരി വേണമെങ്കിൽ മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഒരു 10 മിനിറ്റോളം അടച്ചു വെക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ കുംസ് റെഡിയായി കിട്ടും. പിന്നെ അടി കരിഞ്ഞു പോകുന്നുള്ള പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പഴയ പാന് അടിയിൽ വെച്ചിട്ട് ഈ ഒരു പാത്രം വെച്ചിട്ട് കുംസ് റെഡിയാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഓരോ അടുപ്പ് ചിലപ്പം അടി കരിയുന്നതുണ്ടാവും. പിന്നെ പാത്രം അധികം കട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. അങ്ങനെയൊക്കെ ആണെങ്കിൽ പഴയ പാന് അടിയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു പാത്രം വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുത്താൽ മതി. അടച്ചു വെച്ചിട്ട് വീണ്ടും 10 മിനിറ്റിന് ശേഷം ഞാനിതാ തുറന്നിട്ടുണ്ട്. കുംസെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ എടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഒരു മിനിറ്റോളം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് ഈ ഒരു രീതിയിൽ റെഡിയാക്കിയതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മിനിറ്റോളം വെക്കുക. അതിന് ശേഷം നമുക്ക് എടുത്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് ചൂട് പോയതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമുക്ക് ചൂട് ചായക്കൊപ്പം കൂട്ടി കഴിക്കാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിട്ടുള്ള നല്ലൊരു ഈത്തപ്പഴ കുംസാണ്. പിന്നെ ഇത് ഒരാഴ്ച വരെയൊക്കെ ഒരു 5-6 ദിവസം വരെയൊക്കെ കേടുകൂടാതെ നമുക്ക് ആവശ്യാനുസരണം ചായൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള കുംസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. വേണ്ടുന്നവർ അതും കണ്ടു നോക്കുക. അതും നല്ല അടിപൊളി കുംസാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.